തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യു ആർ വാച്ചിങ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അപ്പൊ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം കാര്യക്കാർ നസീർക്ക സ്വാഗതം, ടിനിച്ചേട്ടാ, ഷാജേട്ടാ, എല്ലാവർക്കും 3 പേർക്കും വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓഡിയൻസ് ആയി എത്തിയിരിക്കുന്നത് പൊന്നാനി എരമംഗലത്തിലെ മാതൃസമിതി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. അപ്പോൾ അമ്മമാരെ നമസ്കാരം, ആൻഡ് എല്ലാ ഫാമിലി മെമ്പേഴ്സും വെൽക്കം കേട്ടോ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ആദ്യത്തെ സ്കിറ്റ് ഇങ്ങോട്ട് വെൽക്കം ചെയ്ത് കളയാം. അതാണ് നല്ലത്. ഒരു വെടിച്ചില്ല പെർഫോമൻസ് ആയിട്ടാണ് അടുത്തതായി നമ്മുടെ ഈ വേദിയിലേക്ക് ഒരു ടീം കടന്നു വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അജയ് ചേട്ടൻ, മനോജ് ചേട്ടൻ ആൻഡ് സുമ ചേച്ചി. ഒരു മഴപ്പക്ഷി പാടുന്നു, ചെറുമുളം തണ്ട് മൂളുന്നു. ഒരു മഴപ്പക്ഷി പാടുന്നു, ചെറുമുളം തണ്ട് മൂളുന്നു. മുറിവേഴും നെഞ്ചുമായി 5 കൊല്ലമായി ഞങ്ങളുടെ പപ്പു അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയിട്ട്. ഇന്ന് അപ്പൂപ്പന്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലെ മെമ്മറി. 4 കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു. അതിനുള്ള നിവൃത്തിയില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. 7-8 കൊച്ചുമക്കളുണ്ടെങ്കിലും എന്നെയായിരുന്നു ഭയങ്കര കാര്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉമ്മറത്ത് എണ്ണയും തേച്ചിരിക്കുന്ന കണ്ട ഒരുമാതിരി വറുത്ത് കോരി വെച്ചേക്കുന്ന പഴംപൊരി പോലെ ഇരിക്കുന്നു. ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ, അംബികേ അംബികേ അംബികേ. അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി. അതുകൊണ്ട് എന്താ 20 സെന്റ് സ്ഥലം ചുളുവിന് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. അപ്പൂപ്പനെ ഞാൻ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എൻ്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ. സ്ഥിരമുള്ള പരിപാടിയെ ഞാൻ അറിയാതെ വിളിച്ചു പറയും വന്ന് പേടിപ്പിക്കാൻ ചെയ്യാം. തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം. ചക്രപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരി രാജ്യത്തെ. അംബികേ, ഓ നീ എന്താ പരിപാടിയാണ് ഈ കാണിച്ചത്? എന്തുവാ? എടി, രാവിലെ ഫാസ്റ്റ് ആയിട്ട് കുളിച്ചിറങ്ങിയ ഡ്രസ്സും ധരിച്ച് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന എനിക്ക് ഈ പാലും പഴമാണ് നീ വെച്ചേക്കുന്നത്. ഇഡലി സാമ്പാറും ഒന്നും ഇല്ലയോ? അതിന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചേക്കല്ലേ. ഇത് പിന്നെ എന്റെ അപ്പൂപ്പനാ. അപ്പൂപ്പൻ എന്തിന്? അപ്പൂപ്പന്റെ ആണ്ടല്ലേ. ഈ പാലും പഴം വെച്ച അപ്പൂപ്പന്റെ ആത്മാവ് വരത്തില്ല, അല്ല തത്തമ്മയുടെ ആത്മാവ് വന്ന് കുടിച്ചിട്ട് പോകും. അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നപ്പോഴ വെറും പഴം നെല്ലോടി നിങ്ങൾ ഇങ്ങനെ കരുതിക്കൊണ്ടിരുന്നത്. ഈ ചത്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയുടെ മുമ്പിൽ ഈ പഴം വെച്ചത് ആത്മാവിനെ വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യാനില്ലോടി നീ. ഓ, കുറ്റം പറയാൻ മാത്രം നിങ്ങൾക്ക് അറിയാം. എന്റെ അപ്പൂപ്പനായതുകൊണ്ടല്ലേ നിങ്ങൾ മാറി നിൽക്കുന്നത്. നിങ്ങളുടെ അപ്പൂപ്പനായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കത്തില്ലായിരുന്നോ? എടി, എന്റെ അപ്പൂപ്പന്റെ ഓർമ്മ നടത്തേണ്ട ആവശ്യം എനിക്കില്ല. എന്താ? അപ്പൂപ്പൻ ഓർമ്മ നഷ്ടപ്പെട്ടില്ലയോ മരിച്ചത്? അത് ഓർമ്മ നഷ്ടപ്പെടുക വെച്ചാ? എടി, വെളിയിലോട്ട് വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ അപ്പൂപ്പൻ മറന്നുപോയി. അങ്ങനല്ലേ അപ്പൂപ്പൻ മരിച്ചത്? വീട്ടുകാരാന്ന് നോക്കിക്കേ. എന്റെ അപ്പൂപ്പൻ നല്ല ഒന്നാന്തരം ഒരു മനുഷ്യനായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരി. അല്ലേലും ദൈവം അങ്ങനെ നല്ല നല്ല മനുഷ്യനെ പെട്ടെന്ന് അങ്ങ് വിളിക്കും. ഇരുന്നിരിപ്പിനല്ലേ എന്റെ അപ്പൂപ്പൻ പോയത്. സംഭവം ശരിയാ, ഇരുന്നിരിപ്പിലാണ് ഇവിടെ അപ്പൂപ്പൻ മരിച്ചത്. ഇവിടെ അപ്പൂപ്പനും അപ്പൂപ്പന്റെ അനിയനുമായിട്ടൊരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നു. അപ്പൂപ്പന്റെ അനിയൻ അതിർത്തി കൊണ്ടൊരു കമ്പി അങ്ങ് കുത്തി, ഇതിനപ്പുറത്തോട്ട് കയറരുതെന്നും പറഞ്ഞ് ഇവിടെ അപ്പൂപ്പൻ ദേഷ്യപ്പെട്ട് ചെന്ന് ആ കമ്പിയുടെ പുറത്ത് ഒറ്റ ഇരിപ്പ്. ആ ഇരുന്നിരിപ്പിലാണ് ഇവിടെ അപ്പൂപ്പൻ മരിച്ചത്. ആ കമ്പിയോടെ പൊക്കിയെടുത്ത് ലോലിപോപ്പ് കൊണ്ടുവന്നുപോലെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞെന്തോന്നറിയോ? പ്ലക്കാർഡും ഈ കോലമൊന്നും വീട്ടിൽ കത്തിക്കരുതെന്ന്. അതല്ലേ നിന്റെ അപ്പൂപ്പൻ? ഇനി ആവശ്യമില്ലാതെ എന്റെ മുമ്പിൽ കിടന്ന് ചലച്ച അടുക്കള ഇരിക്കുന്ന ഓലക്കെടുത്ത് നിങ്ങളുടെ തലമുറ ഞാൻ അടിച്ചു പൊട്ടിക്കും. പിന്നെ അടുത്ത കൊല്ലം ഒരു പഴവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെക്കത്തില്ല. 1-ാം തീയതി ആയി പോയി. അല്ല 2 അടിച്ചിട്ട് ഇതിന്റെ ബാക്കി ഞാൻ പറയായിരുന്നു. എന്തോ അല്ല, നല്ല പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഓലൊക്കെ ഇവിടെ ഇല്ലാത്തത് കാര്യം. 1-ാം തീയതി ഒരെണ്ണം അടിക്കാനും നിർത്തിയില്ല, അവൾ പൈസയും തരത്തില്ല. ഞാനൊരു പൈൻ്റെ എടുത്ത് വെച്ചാൽ 150 ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇന്ന് പച്ചക്കിരിക്കുക, ഒരു പുല്ലനെ ഇങ്ങോട്ട് കാണുന്നില്ല. മക്കളെ ആരാണ്ട് കിണറ്റി വീണം തോന്നല്ലോ. കിളെ കൊമള പൊട്ടുന്നു. സ്വന്തമായിട്ട് എൻട്രി മ്യൂസിക് ഇട്ടിഞ്ഞ് കയറി പോന്നില്ലയോ?
അയ്യോടാ സുകുമാരനപ്പൂപ്പനെ അങ്ങ് മറന്നോടാ നീ. അയ്യോ പാവം. അത് മറ്റേ സുകുമാരൻ. അല്ല സുകുമാരനപ്പൂപ്പൻ. അയ്യോ പാവം സുകുമാരനപ്പം വന്നല്ലോ എന്ന് പറഞ്ഞതാ. എങ്ങനെ വരാതിരിക്കോടാ, അതിന്റെയൊക്കെ ഓർമ്മയല്ലയോ, അതൊക്കെ വരാതിരിക്കാൻ പറ്റുമോ എനിക്ക്? സുകുമാരനമ്മ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ വണ്ടി വിട്ടേനുമല്ലോ. ഞാൻ വണ്ടി വിട്ടേനായിരുന്നു. ഇന്നാൾ ഇതുപോലെ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നോ ഞാൻ വണ്ടി വിട്ടേനെന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു വണ്ടി വിടാൻ. ഇപ്പം ഫോണിനകത്തോടെ വണ്ടി വിട്ടു. എങ്ങനെയാണെന്നറിയോ, പീ പീ ബ്രന്ന് പറഞ്ഞു വെച്ചിട്ടാ നീ. എടാ നിന്റെ പ്രായമല്ലേ എന്റെ മൂത്ത മോൻ ഭാസ്കരൻ, അവന് ഈ ഇറക്കി കാറെടുത്ത്. ഏത് കാറ്? ഉണ്ടായി. ഞാനും എടുക്കും കാറ്. നീ എടുക്കും, നീ ഉണ്ടായി. ഉണ്ടായി. പിന്നെ ഈ വഴി എന്താ? ഈ വഴിയൊക്കെ ടാർ ചെയ്തിട്ടേക്കുമല്ലേ? ആ ടാർ റോഡൊക്കെ ഇട്ട് വലിക്കും ഞാൻ. അതാണ് ഞാൻ ചോദിച്ചത്. അമ്മാവൻ എന്താ ഈ വഴിയൊക്കെ ഒത്തിരി ആളായല്ലോ കണ്ടിട്ടെന്ന്. ഈ പപ്പു ഞാനൊക്കെ ഒന്നിച്ച് നടന്നേല്ലയോ, അറിയാം. 5 കൊല്ലമായില്ലേ അവന് ഇവിടുന്ന് പോയിട്ട്. അപ്പൊ അവന്റെ ഓർമ്മയായിട്ട് ഞാനിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദരിദ്രവാസിയാന്ന് കരുതി. ശരിയാ, അതൊക്കെ കണ്ണിന് പോകാൻ വേണ്ടി വന്നത്. പിന്നെ ഇവന്റെ ആട്ടൊക്കെ ഇല്ലയോ? അമ്മാവൻ എങ്ങനെ? അമ്മാവൻ തന്നെ ഇങ്ങനെ നരച്ച വിഗ് മീശ നരച്ചത്. അതല്ല, ഇതൊക്കെ എങ്ങനാ? അതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അതല്ലെന്ന് 10 താട അടിക്കാൻ 10 ഇരിക്കുന്നു. എവിടെ നിന്ന് എടുത്ത് തരാനൊക്കെ ഉണ്ടോ? ഇന്നലെ ഒരു കുപ്പി വാങ്ങിച്ചത് പിഴിഞ്ഞു കുടിച്ച് അതിനകത്ത് തീപ്പെട്ടിക്കൊള്ളിയും കത്തിച്ചിട്ട് നീല വെളിച്ചം കണ്ടിട്ടാ ഞാൻ കിടന്നുറങ്ങിയത്. എവിടെ കാണാനത്? ഇവന്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലയോ? എനിക്കൊന്ന് കരയണമെങ്കിൽ ഒരു ചെറിയ സാധനം അടിക്കണം. അതിന് ഞാൻ കണ്ണി കുത്തിയാ പോരെ, കണ്ണുനീര് വന്നോളൂ. അമ്മാന്റെ ഉണ്ടോ പൈസ? പെൻഷനൊക്കെ കിട്ടുന്നില്ല, വാങ്ങിയിട്ട്. എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ ഒക്കെ ഞാനങ്ങ് പോയി. കഴിഞ്ഞ ആഴ്ച പെൻഷൻ കിട്ടിയെന്ന് ഭാസ്കരൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ച് ചെന്നു. 1000 രൂപ പെൻഷൻ കിട്ടി. 1300 രൂപ ഓട്ടോ ചാർജ് ആയി. 300 രൂപ അവനോട് കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന്. അപ്പൊ 300 രൂപ വീണ്ടും കടവാക്കാനാ പരിപാടി. ഒരു സാധനം എടുക്കണം, എനിക്ക് ചെറിയ സാധനം അടിക്കണം. പൈസ ഇല്ല അമ്മ, അവിടെ ഇല്ല പൈസ. ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പൈസ ചോദിച്ചാൽ അവള് തരത്തില്ല. എടാ ഈ പെണ്ണുങ്ങളുടെ പൈസ അടിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ മാർഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെന്തോ എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞാ അമ്പികത് വിളിക്കേ. അമ്പികേ, ഈ സുകുമാരനമ്മ വന്നേക്കുന്നടി. അമ്മാവനെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ വന്നല്ലോ എന്തായാലും. വരാതിരിക്കാൻ പറ്റൂടി കൊച്ചേ. ഇവന് ഞാനും അങ്ങനെ നടന്നതല്ലയോ. ഇവന്റെ ഓർമ്മയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങള് എവിടെല്ല ഞാൻ കൗണ്ടർ അടിക്കുമല്ലോ, വാ പൊത്ത് പിടിച്ച് ചിരിക്കാൻ. ഇവര് ഞാൻ ആ രീതിയിൽ നടന്നതാ. തോളോട് തോൾ ചേർന്ന് നടന്നവരാ നിങ്ങൾ. പിന്നെ ഇതിന് ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി. അതെന്തോ? എന്റെ അവന്റെ തോളറിഞ്ഞ് തീ പിടിക്കുമായിരുന്നു. അപ്പുവേ ഒരു മരിപ്പൊരിഞ്ഞ നോട്ടം കൊണ്ടിരിക്കുക. നീ എല്ലാം അങ്ങ് മറന്നോ? എന്റെ ഓർമ്മ ദിവസമായിട്ട് ഞാൻ വന്നടാ. സുകുമാരന് മറക്കാൻ പറ്റൂടാ നിന്നെ? ആന എടുക്കുന്ന കാര്യം മറക്കുന്നത്. അത് ഒപ്പിച്ച് വരുവാ. എന്തുവാണെങ്കിലും മിടുക്കച്ചാത്തോട്ട് നോക്കിയിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറ. നീ ഞാനും അത് എന്തുമാത്രം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എവിടെ ഞങ്ങൾ പോയിട്ടുണ്ടോ? ഉണ്ടാതിരിക്കുവാ നീ. ഉണ്ടല്ലോ എന്നോട് സംസാരിക്കാൻ പാടില്ല. നീ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചടിക്കുക. എന്താണ് തുറിച്ചു നോക്കുന്നത്? നീ തുറിച്ചു നോക്കുന്നത് അടിക്കാൻ എന്നെ തുറിച്ചു നോക്കുന്നത് ചോദിക്കണവനോട് മറുപടി പറയാൻ പറയണവനോട്. ഞാൻ ഇവന് ഇങ്ങനൊക്കെ ആയിരുന്നു കൊച്ചേ. അത് കണ്ട ഇതെന്താ കയറ്റി വെച്ചേക്കുന്നത്? ഇതെന്താ കയറ്റി വെച്ചേക്കുന്നത്? പഴവും പാലും. പഴവും പാലും അല്ല വെക്കേണ്ടത്. ഓ എന്റെ നിവൃത്തികേട് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി അമ്മാവ്. അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് വെച്ചതാ പഴമൊക്കെ. എടി അവന് ഇഷ്ടമുള്ള സാധനം എടുത്ത് വെക്ക. അങ്ങനെ ഉണ്ടോ? തെക്കത്തെ സുമതിയെ കൊണ്ടുവെക്കാം. പുള്ളിക്കാരിയോടായിരുന്നു ഭയങ്കര ഇഷ്ടം. എടാ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, നീ പോയി കഴിഞ്ഞു ഞാൻ ഏറ്റേതായിരുന്നല്ലോ. ഇത് കൊച്ചേ, ഇവൻ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കള്ളും വെള്ളവും വെച്ച് പ്രാർത്ഥിക്കണം. കള്ളും വെള്ളവും. കള്ളും വെള്ളവോ? നല്ലൊരു ഓർമ്മ ദിവസമായിട്ട് കള്ളും വെള്ളം വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളത് വേണ്ട. ഒന്നാമത്തെ പുള്ളി കള്ളു കുടിച്ചാ മരിച്ചത്. കള്ളു കുടിച്ച് മരിച്ചു പോയില്ലയോ? ഇനിയും കള്ളു കുടിച്ചാൽ മരിക്കത്തൊന്നുമില്ല. ഒരു പ്രാവശ്യം മരിച്ചില്ലയോ? എന്നാലും സമ്മതിക്കത്തില്ല. വേണ്ട വേണ്ട, അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട. നമുക്ക് കള്ളും വെള്ളം കാര്യപ്പെട്ടെ ഈ കുടുംബത്തിന് ശാന്തി സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. ഇവന്റെ ആത്മാവ് അലഞ്ഞു നടക്കാം. അതുകൊണ്ട് പോകുന്നു ഇങ്ങനെ നടക്കുക. അറിവും ബോധമുള്ളവർ പറയുന്ന കേക്കടി. ഒന്ന് അറിവും ബോധമൊക്കെ ഉണ്ടെങ്കിലും ശരിയാ. പക്ഷെ ഈ വീട്ടിൽ ഇന്ന് കള്ളു കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല. ഇവനൊരു കാറുണ്ടോ? ഇവനൊരു പണിയുണ്ടോ? ഇല്ല. നിനക്കൊരു രക്ഷയുണ്ടോ? ഇല്ലെന്ന്. ഈ വീട് നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല. അതൊക്കെ കിട്ടണമെങ്കിൽ ഇവന് ആത്മാവിന് ശാന്തി കിട്ടണം. അതിന് കള്ളു വെച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ വെച്ച ആരാധനയൊക്കെയുള്ള കുടുംബക്കാരാ നമ്മള്. നീ അത് മറക്കരുത് ഒരിക്കലും. എന്താ വേണം ഇനിയിപ്പോ? ബെക്കാടി ഇല്ലടാ. അല്ല നമുക്കത് വാങ്ങിക്കാമെങ്കിൽ ഇവിടെ ബെക്കാടി ഇവിടെ വെച്ചിട്ട് ഒരു സാധനം പൈസ കൊടുക്കും. വേണ്ട, അവിടെ പറഞ്ഞാൽ എപ്പോഴേ ഞാൻ എടുത്തേനല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചത്. 500 രൂപയുണ്ട്. എന്താന്ന് വെച്ചാൽ വേണ്ടുന്ന പോലെ ചെയ്യ്. ഓ
ദൈവമേ, പിടിച്ചിട്ടവൻ ശാന്തി സമാധാനത്തോടും കൂടി ഇരിക്കണേ. എന്നാലും അമ്മാവാ, ഞാൻ ഇന്നലെ അമ്മായിയെ വിളിച്ചപ്പോ അമ്മായി പറഞ്ഞു അമ്മാവൻ ഇപ്പൊ വയ്യാന്ന്. വയ്യ അല്ല, W. എടി അവളാണെങ്കിൽ അവക്ക് ഞാൻ പെൻഷന്റെ പൈസ കൊടുക്കാത്ത അവൾ ഉണ്ടാക്കുന്നതാ. ആണോ? പിന്നെ അവക്ക് എന്നെ കൊന്നിട്ട് വേണം സ്വത്തെടുക്കാൻ വേണ്ടി. കഴിഞ്ഞിടയ്ക്കാന്ന് ഒരു ബണ്ണിനകത്ത് ഇവള് വിഷം തേച്ച് എനിക്ക് തന്നു. ഞാൻ കഴിച്ചില്ല, കളഞ്ഞു ഞാൻ. അത് വിഷമല്ലത്, അതാണ് ക്രീം പെണ്ണ്. ക്രീം പെണ്ണ. അല്ല അമ്മാവാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മാവൻ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഓട്ടോ പിടിച്ചു വരുമായിരുന്നു. ഓഹോ, അവൻ ഓട്ടോ വന്നതിന്റെ ഒച്ചയൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അതല്ല, ഞാൻ ടൗണിൽ വന്നപ്പോ കുറെ ഓട്ടോറിക്ഷ നിരന്ന് കിടക്കുന്ന ഡ്രൈവർമാരിനകത്ത് വെറുതെ ഇരിക്കുന്നു. ആ ഓരോ ഓട്ടോയെ പിടിച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. എന്നാ പിന്നെ ബസ്സിൽ കയറി ഇങ്ങ് വന്നാ പോരായിരുന്നോ? ബസ്സിനകത്ത് കയറി വരാം. ബ്രേക്ക് അടിക്കുമ്പോ താടി ഇന്ന് ഫ്രണ്ടിലെ പൈപ്പിലിരിക്കാൻ മുറുക്കി പിടിച്ച് അങ്ങോട്ട് ഇരിക്കണമെന്ന്. അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കാൻ പറ്റുമോ? പ്രായമായില്ലയോ? പിന്നെ ഇവന്റെ ഓർമ്മയാണ്. അത് കഴിയുമ്പോ അടുത്ത വർഷം വീണ്ടും ഓർമ്മ വരും. അവൻ വരുന്നതിന്റെ മണമുണ്ട്. എന്താ എന്താ മണം? എന്താ മണം? അല്ല, ആത്മാവിന്റെ മണം അടിക്കുന്നത്. ഓ ശരി ശരി. ജോണിച്ചാന്റെ വീട്ടിൽ ബീറൈനൊക്കെ അടിക്കൂ. ആണോ? പിന്നെ 1-ാം തീയതി അല്ലേ? അതും കുഴപ്പമില്ല. ഇവന് ആത്മാവിന് കൊടുക്കാൻ വേണ്ടിയില്ലേ. എടുത്തേ 3 ഗ്ലാസ് നിന്റെ അടുത്ത്. 3 ഗ്ലാസോ? 3 ഗ്ലാസ് എടുക്കാം. അതിന്റെ വേണ്ട രീതിയിലൊക്കെ ചെയ്യണം. വേണ്ട രീതിയിൽ അച്ചാറുണ്ട് വെച്ചിട്ട് എടുത്തേക്കണ. അല്ല, ആചാരങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. ആ സംഭവങ്ങളൊക്കെ ഒരു 3 ഗ്ലാസും. ഇല എടുക്കടാ. ഇല എടുക്ക. അമ്മ ഇടണ്ടേ? ഇല അവിടെ ഇട്ടാ. ഇവിടെ ഇല ഇട. പഴം വെക്കണോ? പഴം വെക്കണോ? പഴമൊക്കെ തിന്ന് ഛർദ്ദിക്കാൻ പറ്റുന്നത്. അത് മൊത്തം പൊട്ടിച്ച് ഞാൻ അതിലോട്ട് ഒഴിക്കും. നിനക്ക് അതിന് വൈരാഗ്യമുണ്ടോ? കുണിച്ച് ഇരിക്കുന്നു. അല്ല, ഇത് കൊച്ചു പൂവെടുക്ക്. പൂവെടുക്ക്. ഒഴിക്കട്ടെ അമ്മ? ആ, ഒഴിക്കും. കേറ്റി ഒഴിക്കട്ടെ. കയറ്റി വിട്ടു, അതാ നല്ലത്. എനിക്ക് എത്ര മതി. അല്ല, ഒഴിച്ചോടാ. എനിക്ക് അല്ല, കാര്യങ്ങളല്ലേ വളരെ ഭംഗിയായിട്ട് നടക്കുവാണ്. അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് നിന്റെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിൽ പറഞ്ഞ് അപ്പൂപ്പൻ ആത്മാവിനോട് പറഞ്ഞിട്ട് ശാന്തിയായി സമാധാനമായി എൻ്റെ അപ്പൂപ്പൻ എന്നും ദൈവത്തിൻ്റെ മടിത്തട്ടിൽ ഇരിക്കണം. ഞങ്ങൾക്ക് സമാധാനം തരണം. ഇവനെ ജോലി കൊടുക്കണം. അതൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത അത് പറയണ്ട. ഇവന് ഇഷ്ടമല്ല. അത് പറയണ്ട. പ്രാർത്ഥിക്കും. പപ്പു അപ്പൂപ്പ, എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാന്നേ ഞാൻ ഈ പഴവും പാലിലും ഒതുക്കിയത്. എന്നോട് പൊറുക്കണേ അപ്പൂപ്പ. അവസാന സമയത്ത് അപ്പൂപ്പൻ എന്നോട് പറയുമായിരുന്നു, കട്ടൻ ചായ ഇട്ട് ആറ്റിച്ചോണ്ട് താ മോളേന്ന്. പടി കാരണം ഞാൻ പച്ചവെള്ളത്തിൽ പൊടി ഇട്ടോണ്ട് പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണേ അപ്പൂപ്പ. മോക്ക് കൊടുത്ത വസ്തുവിന് 25 സെന്റും കൂടെ മനസ്സ് തോന്നി എനിക്ക് തരണേ. പഞ്ചായത്ത് റോഡിൽ കൂടെ ഓട്ടോറിക്ഷ പോലെ കുടുങ്ങുന്നു. തൊട്ട് തെറിപ്പിക്കട്ടെ. തൊട്ടങ്ങോട്ട് തെറിപ്പിക്കേ. വെറുതെ കളയണ്ട. അമ്മാനോടൊന്ന്. പപ്പുവേ, പിള്ളേർ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി, ഇല്ലാത്ത പൈസ ചെലവാക്കി, പട്ടാളക്കാരൻ്റെ വീട്ടിലെ പട്ടിയെ ഒഴിവാക്കി കുട്ടി ചെറുക്കൻ പോയി സാധനം മാറ്റുമ്പോൾ നിനക്ക് തന്നത് നിന്റെ ആത്മാവിന് ശാന്തി കിട്ടി. ഈ പിള്ളേർക്ക് വീട്ടിൽ കാവലായിട്ട് നിന്നിട്ട് നിന്റെ പേരിലുള്ള 10 സെന്റ് വസ്തു ഇവിടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ 25 വസ്തു എഴുതി കൊടുത്തിട്ട് ചെയ്യാൻ ഒപ്പിട്ടിട്ട് എല്ലാവരെയും സംരക്ഷിച്ചും ഈ കുടുംബത്തെ സംരക്ഷിച്ചും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നും എല്ലാം ഫലപ്രദമായി നീ സ്വീകരിച്ചു എന്ന് എന്നോട് പറ. നീയേ ഒന്ന് തൊട്ട് തൊട്ടിട്ടെ തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കാൻ പാടില്ല. തല തിരിച്ചിങ്ങോട്ടേക്ക് പോരട്ടെ. എന്റെ പപ്പൂപ്പൂപ്പിന് മോക്ഷം കിട്ടിയില്ല, അത് പോരായോ? മോട്ടം കിട്ടിയാൽ മാത്രം പോരാ, ഞങ്ങൾക്കുള്ള മോട്ടം കിട്ടണമായിരുന്നു. അയ്യാ, അപ്പൊ കള്ളു കുടിക്കാനുള്ള പരിപാടിയായിരുന്നില്ലേ? അപ്പോ അമ്മാവനും പിള്ളേരും കൂടെ എന്താക്കി എന്നുള്ളത് നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. നസീർക്ക, നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നിങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ നമ്മുടെ ആ ഗ്രാമീണ ടച്ചുള്ള കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ കാണുന്ന ഫീലിംഗ് ആയിരുന്നു ആ സാധനത്തിന്. കാര്യം എല്ലാം നാച്ചുറലായിരുന്നു. ഒന്നും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനങ്ങൾ പോലും ഫീൽ ചെയ്തില്ല. നല്ല ഒന്നാന്തരം ഒരു അമ്മാവൻ. പപ്പു അല്ലേ കൂട്ടുകാരൻ. അതേപോലെ നല്ല മരുമോനെ, നല്ല മോളെ. എപ്പോഴും നിങ്ങളുടെ എപ്പിസോഡിൽ മറ്റേ
സുമിയെ കയറ്റിവിട്ടിട്ടാണല്ലോ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അത് സുമി വന്നത് ഭംഗിയായിട്ട് ചെയ്തു. 3 പേരും അസാധ്യമായി ചെയ്തു. സംഭവം മാറ്റർ തിരിഞ്ഞു വരുന്നത് ഇവിടെ അമ്മാവൻ വന്നതിന് ശേഷമാണ്. ഇതാണ് മെയിൻ വിഷയം. 1-ാം തീയതിയാണ് സാധനം കിട്ടത്തുള്ളൂ. അതിനുള്ള റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്താൽ പ്രാർത്ഥന ഗംഭീരമായിരുന്നു കേട്ടോ. സുമിയുടെ പ്രാർത്ഥനയും അമ്മാവിൻ്റെ പ്രാർത്ഥനയും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. കൂടുതലായിട്ടൊന്നും ആർട്ടിസ്റ്റുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല 1-ാം സ്കിറ്റ്, നല്ല രസമായിരുന്നു. Thank you, Vika. Over to you, ടിൻചേട്ടാ. മനോജ്, അജീഷ്, സുമി, MAS മാസ് സ്കിറ്റ്. Wow. എങ്ങനെയായിരിക്കണം ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റാണിത്. കാരണം മനോജിന്റെ പെർഫോമൻസ് എനിക്കൊരു വേണുചേട്ടന്റെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അനുകരിച്ചെന്നല്ല പറയണത്, ആ ഒരു റേഞ്ചിൽ ചെയ്യുന്നുള്ളതാണ്. 3 പേരും 3 മീറ്ററിലാണ് കളിക്കണം. അതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. സെയിം പാറ്റേൺ അല്ല, നമുക്ക് ഒരു കാര്യം പോലും മാറി ചിന്തിക്കാനുള്ള സമയം നിങ്ങൾ തരുന്നില്ല. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതങ്ങനെ ഒരു കർമ്മം ഉണ്ടാ ഇല്ല. അല്ല, അജീഷിന്റെ പക്ഷെ എക്സ്പീരിയൻസ് കറക്റ്റ് ആണ്. മറ്റേ നീല വിളിച്ചില്ലേ, അത് മാത്രമല്ല കൈ ഇങ്ങനെ പൊത്തിയിട്ട് അതിങ്ങനെ കുപ്പി ഇങ്ങനെ പൊക്കുകയും ചെയ്യും. അല്ല, ഈ കർമ്മം ഉണ്ടോന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇങ്ങനെ ഉണ്ട് കേട്ടോ. കലക്കട സൈഡൊക്കെ ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ അപ്പൂപ്പനൊന്നും വേണ്ട കഥ കടച്ചിട്ട് ഒരിക്കലും മദ്യപിക്കാത്ത അപ്പൂപ്പന് ഡ്രിങ്ക്സ് വെച്ച് കളയും. ആണോ? എന്നിട്ട് ഈ മരുമക്കളും എല്ലാം കൂടെ പൂരടിയാ. ഇനി ഇങ്ങനെ മരണച്ചടങ്ങ് ഉണ്ടെങ്കിൽ നസീർഖാനെ വിളിക്കണം കേട്ടോ. അതെ അതെ. അല്ല, ഈ നീല വിളിച്ച നേരത്തെ അനുഭവം ഉള്ളതാണോ ഈ സംഭവം? അല്ല, കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ കഴിക്കുമ്പോഴേ. നീല വിളിച്ച കുപ്പിക്കകത്ത് അത് കത്തിച്ചിടുമ്പോ ഇത്തിരി ഉണ്ടാവും. അത് സ്പിരിറ്റാണ്. എന്നെ നോക്കണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലേ? അല്ല നസീർ ഭായി, അത് മാത്രമല്ല അറിയാം, അത് കേട്ടപ്പോ പുള്ളി അത് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ കൈ പൊത്തി കഴിഞ്ഞാൽ ഒട്ടിയിരിക്കുകയും ചെയ്യും കുപ്പി. അല്ല, അത് മാത്രമല്ല, ഒരു മദ്യത്തിന്റെ എക്സ്ട്രീം മാക്സിമം എടുക്കുന്നതാണ് പറയുന്ന വിഷയം. ഇനി ഒന്നുമില്ല, ബാക്കി ബോട്ടിൽ മാത്രമേ ഉള്ളൂ. സുമിയെ ഇപ്പൊ നല്ലൊരു പൈലറ്റിന് മാത്രമേ ഒരു ഫ്ലൈറ്റ് നന്നായിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പറ്റുള്ളൂ. അത് ഇതിൽ കാണാൻ സാധിച്ചു. നല്ല ടേക്ക് ഓഫ് ആയിരുന്നു സുമിയുടെ, നല്ല ലാൻഡിങ് ആയിരുന്നു മനോജ്. അതിന്റെ നെടുന്തൂണായിട്ട് അജീഷ് നിന്നേച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് നിങ്ങൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം, നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചെയറിലിരുന്നുകൊണ്ട് അജീഷും മനുവും കൂടെ 2 പേരും കൂടി ഇരുന്നിട്ട് ഒന്ന് സൗണ്ട് ഒന്ന് താഴ്ത്തി ഒരു സംസാരമുണ്ട്, വേരിയേഷൻ ഉണ്ട്. നമുക്ക് സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന ചില ഏരിയയാണ്. അതായത് ഇയാൾ അടുത്ത് മദ്യപിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, ആ സമയത്ത് മാത്രം കൂടുന്ന ചില കൂട്ടായ്മയുണ്ട്. അതേപോലെ സുമിയുടെ ആദ്യം വന്ന് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള അതിൽ തന്നെ ശരിക്കും ടേക്ക് ഓഫ് ആയിരുന്നു ഈ സ്കിറ്റിൻ്റെ. ഒരു സ്കിറ്റ് എങ്ങനെയെന്നുള്ളതിലല്ല, ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് തന്നെ പ്രധാനം. ഓരോ സെക്കൻഡിലും ചിരിക്കാനുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എവിടെയും ഞങ്ങൾക്ക് ഒട്ടും ബോറടിച്ചില്ല. അതിഗംഭീര സ്കിറ്റായിരുന്നു. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഒരു കാര്യം ചെയ്തു, നമുക്ക് ഷാജാന്റെ അടുത്ത് തന്നെ മാർക്സ് ചോദിച്ചിട്ട് തുടങ്ങാം. നല്ല കമന്റ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാർക്കും അതേപോലെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ചേട്ടാ പ്ലീസ്. ഞാനൊരു 20,000 ഞാൻ പേ ചെയ്യും. 20,000. നസീർക്ക? ഞാനൊരു 19. അടിപൊളി. അപ്പം 20,000 പ്ലസ് 19,000 39,000. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഫൈനൽ എന്താണെന്ന് നമുക്കറിയാം. അത് ടിനിച്ചേട്ടന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് കാണാം. ഓ, അമ്മാവൻ കനത്തില് അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? മനോജിനൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു നേരത്തെ ചില സ്കിറ്റുകൾ ഇതായില്ലെന്നുള്ളത്. എനിക്കും ഭയങ്കര ഹാപ്പിയായ പൂർണ്ണ തൃപ്തിയായ ഒരു സ്കിറ്റായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും. അല്ല മനോജ്, എന്ത് പ്രതീക്ഷിച്ചു? ഏകദേശം ഒരു സിൽവർ പഞ്ചൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഈ ഒരു കർമ്മമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫാസ്റ്റിൽ കളിക്കാനോ ഒരു ഒന്നും പറ്റത്തില്ല, അങ്ങനെയുള്ള ഇത്. പിന്നെ സ്കിറ്റ് സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഈ നിലവിളക്കും ഇതൊക്കെ വെച്ച് ഇവിടെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ പറയും വേണ്ട, അങ്ങനെ ചെയ്യണ്ട. പക്ഷേ അത് വെക്കാതെ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ആത്മാവിന് ശാന്തി കിട്ടി. അപ്പൊ അമ്മാവന്റെ അനുഗ്രഹമൊക്കെ വളരെ നല്ല രീതിയിലുണ്ടായി. സുംചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ, പ്ലീസ് പറയൂ. എനിക്ക് സന്തോഷം. പക്ഷെ ഇപ്രാവശ്യത്തെ ഷെഡ്യൂൾ വന്നപ്പോഴേ മനോജേട്ട ഇച്ചിരി മാനസികമായിട്ട് ഡൗൺ ആയിരുന്നു. അതെന്താ? വീട്ടിലെ കുറച്ച് ഇഷ്യൂ വീട്ടിലെ കഴിഞ്ഞ നമ്മുടെ ഷെഡ്യൂൾ സമയത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു പത്തനംതിട്ടയൊക്കെ. അപ്പൊ എന്റെ വീടിന്റെ മണ്ടയ്ക്ക് മരം ഒടിഞ്ഞു വീണായിരുന്നു. കുറെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി. പക്ഷെ എന്റെ വണ്ടി കിടക്കുന്ന ഭാഗത്തല്ല. പക്ഷെ എന്റെ ഇപ്പൊ പറഞ്ഞ പോലെ അനുഗ്രഹം പോലെ ആ വണ്ടി എന്നിട്ട് എന്റെ ഇവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ആ വണ്ടി ഫുള്ള് തകർന്നു പോയി. അവിടാണ് വീണത്. പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും, പിന്നെ എന്തോ ഒരു വയ്യാഴിക പോലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ അതിജീവിക്കുന്ന ഒരു കലാകാരനാട്ടോ താങ്കൾ. കാരണം നമ്മള് ജോലി ചെയ്യുമ്പോൾ
നമ്മളതാണ് നമ്മൾ ആ Show must- ജോക്കറിൽ പറയുന്നുണ്ട് ഇത് ഷോ മസ് ഗോ ഓൺ. അത് നിങ്ങൾ 100% ചെയ്തു. അല്ലെ ഇത് സത്യം പറഞ്ഞാൽ ഈ ഐറ്റം വേറെയാണ്. എൻ്റെ മോന് ഞാനൊരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കൊരു സാമ്പത്തികം തരുന്നത്. Wow. അതിനോട് ഞാൻ കൂറ് പുലർത്തിയിട്ടുണ്ട്. എത്ര വയ്യാതെ ആണെങ്കിലും എത്ര ഇതെന്ന് പറഞ്ഞാലും നല്ല രീതി നല്ല കണ്ടന്റ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് ഭയങ്കര സന്തോഷം. ഗ്രേറ്റ്. അജയ് ചേട്ടാ, അത് പറഞ്ഞാൽ മലയാളം പറഞ്ഞ പോലെ നമ്മൾ സിൽവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഗോൾഡിലേക്ക് എത്തി. അത് നമുക്ക് നന്നായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ള വിശ്വാസം ഉണ്ട്. ഇനിയാണെങ്കിലും ഞങ്ങൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നല്ല നല്ല സാധനങ്ങളുമായിട്ട് നമ്മൾ കീച്ചണം. കേച്ചും. അപ്പം ഇനി തുടർന്നും ഇതേപോലെ ഇഷ്ടം പോലെ ഗോൾഡ് പഞ്ചും സിൽവർ പഞ്ചും ഒക്കെ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കീച്ചണം. ഓക്കെ, താങ്ക് യു. ജഡ്ജസ്, നിങ്ങൾ ഈ ബാലൻസിങ് ആക്ട് കണ്ടിട്ടുണ്ടോ? ആക്ട് ചെയ്തതിന്റെ ബാലൻസ് കിട്ടാറുണ്ട്. ഇത് സാധനങ്ങൾ ബാലൻസ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഒരു കുങ്ഫു ഇൻസ്ട്രക്ടർ ആണ്. 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും ഉണ്ട്. ഇപ്പൊ 2004 തൊട്ടിട്ട് മാർഷൽ ആർട്സ് ട്രെയിനർ ആണ് അദ്ദേഹം. അപ്പൊ ലെറ്റ്സ് വെൽക്കം ജോൺ പോൾ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മാർഷൽ ആർട്സ് ഇൻസ്ട്രക്ടർ. എന്തിനാണ് 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത്? ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 30 സെക്കൻഡില് 1/2 മിനിറ്റില് കോഴിമുട്ട കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ കുടിക്കുന്ന ടിൻ ക്യാൻ ഉണ്ട് കൊക്കക്കോളര, അത് 53 അടിച്ച് പൊട്ടിച്ചിട്ട് കോഴിമുട്ട കയ്യിൽ പിടിക്കും. കോഴിമുട്ട പൊട്ടില്ല. 30 സെക്കൻഡിൽ 53 അടിച്ച് പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് നെഞ്ചക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ സംഭവം നമ്മൾ ഈ ഫാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലോ, ഫാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ കയ്യിൽ കിടന്നിട്ട് ഈ സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും. അത് 1 മിനിറ്റിൽ 136 വട്ടം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് നെഞ്ചാക്ക് തന്നെ കയ്യിൽ പിടിച്ചിട്ട് ഒരു 6 പേര് ക്ലോക്ക് വൈസ് ആയിട്ടിരിക്കും. സെൻറ്ററിൽ ഞാൻ നിൽക്കും. അപ്പോൾ അവരുടെ മുന്നിൽ 10 നാളികേരം വെച്ചിട്ടുണ്ടാവും. 60 നാളികേരമാണ് വെച്ചിട്ടുള്ളത്. ഞാൻ സെൻറ്ററിൽ നിൽക്കും. സ്റ്റാർട്ട് പറയുമ്പോൾ നമ്മൾ അടി തുടങ്ങും. അങ്ങനെ 1 മിനിറ്റിൽ 55 എണ്ണമാണ് അടിച്ച് പൊട്ടിച്ചിട്ടുള്ളത്. 1 മിനിറ്റിൽ 55. അപ്പോൾ പൊട്ടണനുസരിച്ചിട്ട് ഇവർ തലയിൽ നാളികേരം മാറ്റി മാറ്റി വെക്കും. അത് 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 4ാമത്തെ കറൻറ്റ് റെക്കോർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അത് പബ്ലിസിറ്റി അപ്പോൾ ഇത് കൊടുക്കാറായിട്ടില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ലണ്ടനിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരണം. അതും നെഞ്ചാക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള 4 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എനിക്ക് ഈ ബ്രൂസ്ലി എന്ന് പറയുന്ന ആളെ ഭയങ്കര താല്പര്യമാണ്. അത് അങ്ങനെ ആളുടെ ഫിലിമൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ആൾ മെയിനായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ നെഞ്ചാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജോൺ പോളിന്റെ വീട് തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ വല്ലൂര്. അല്ല, ഇവിടെ ഇപ്പൊ നമുക്കായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ശരിക്കും ആയോധനകല ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചെയ്യണില്ല. ബാലൻസിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ബാലൻസിംഗിലേക്ക് പോവാം. ഓക്കെ.
അടിപൊളി ആക്ട് ആയിരുന്നല്ലേ? സൂപ്പർ രക്ഷയില്ല കേട്ടോ. അല്ല ജോൺ പോൾ ശരിക്കും മാർഷ്യൽ ആർട്സ് ആണ്, പക്ഷെ ഈ ബാലൻസിങ്ങിലോട്ട് മാറാനുള്ള കാര്യം എന്താണ്? ഞാൻ റീപ്ലേസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞുള്ളൊരു ഒരു ഇതുണ്ട് HBO-ല്. അപ്പോൾ അതിലിങ്ങനെ ഒരാളിങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാ. ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല കേട്ടാ, നിങ്ങൾ ചെയ്തത് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യം. സംസാരം വളരെ, അതായത് അതിപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തപ്പോഴേ സാരമായിട്ടാ പറഞ്ഞത്. ഇത് എത്ര വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇത് ശരിക്കും നമ്മുടെക്കും ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആയോധന കലയാണ്. ഞാൻ ഇതിനൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എന്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ആയോധന കലയാണ്. ആയോധന കലയിൽ വർഷങ്ങളായിട്ട് നമ്മൾ പരിശീലിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന 4 ഗിന്നസ് വേൾഡ് റെക്കോർഡേക്കും ബ്രേക്ക് ചെയ്യുക, ടൈറ്റിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആരും ഇല്ല എന്ന് തോന്നുന്നത് 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിലാണ് കേട്ടോ. അത് ഒരു ഗ്രൂപ്പായിട്ടുള്ള പരിപാടിയല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെക്കോർഡുകളാണ്. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. പതുക്കെയാണ് കയറ്റി കൊണ്ടുവരാം. അപ്പോൾ പരിശ്രമിക്കുന്നുണ്ട്. ഇതിനൊക്കെയും ഏകദേശം 1 വർഷം ഗിന്നസ് വേൾഡ് റെക്കോർഡിനായാലും. പിന്നെ ഈ ബാലൻസിങ്ങിന്റെ ആക്ട് എന്ന് പറയുന്നത്, ബാലൻസിങ്ങിന്റെ ആക്ടിങ് ഇതിലൊന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ ചേട്ടാ? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഞാനൊന്ന് അങ്ങോട്ട് ഒന്ന് നോക്കിയോട്ടെ, കയ്യും കാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇത് എന്താന്നുള്ളത്. അതെ ടിനി ചേട്ടൻ വാ, എനിക്ക് ഈ ഗ്യാസ് കുറ്റി ഒന്നും എടുത്ത് പൊക്കാനുള്ള ശക്തി ഇല്ല. ഇനി ഇവിടുന്ന് അവിടെ എത്താൻ തന്നെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അല്ല, ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ ഗ്ലാസ് ഊരിപ്പോയി. ഇനി ആ ഗ്യാസ് കുറ്റി നിറയാണോന്ന് നോക്കിക്കേ. നിറയല്ലേ? ഇനി ടിനി സെന്ററിൽ വന്നിട്ട് ആ ഇലയൊന്ന് മൂക്കിൽ വെച്ചൊന്ന് നിന്നേ. ഇല വേറെ പ്ലാസ്റ്റിക് ഒന്നും അല്ലട്ടോ, ഒറിജിനൽ പ്ലാവല. ഇല്ലല്ലേ, അതുകൊണ്ടാ വെക്കാൻ പറഞ്ഞേ. ഇവിടത്തെ പറമ്പിന്ന് പൊട്ടിച്ചതാട്ടാ ഇത്. ഇവിടെ ആ, ഇവിടെ വന്നപ്പോ തോന്നിയതാ. ഓ ശരി. അപ്പൊ ഇത് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? പ്ലാവില ബാലൻസിങ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇന്നത്തെ ഫ്ലോറിൽ ഇത് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഓ അടിപൊളി. ടിനി അത് ഓ ടിനി ചേട്ടൻ ദാ എല്ലാം ബാലൻസ് ചെയ്യാണ് ഗൈസ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചാ മതി. പഞ്ഞി കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല, വെക്ക് ടിനി. നല്ലപോലെ ബാലൻസ് ചെയ്യണം. തിരി കടിച്ചു പിടിക്കാൻ വേണമെങ്കിൽ. ടിനി, നിനക്ക് പല സ്ഥലത്തുനിന്ന് ഇല മുഖത്ത് വെച്ച് ഓടാനേ അറിയുള്ളൂ. ഇല മൂക്കി വെച്ച് നിൽക്കാൻ അറിയില്ല. ഒരു സാധനം ചെയ്യാൻ പറ്റും. ആപ്പിൾ ബാലൻസ് ചെയ്ത് നോക്കി ടിനി ചേട്ടാ. അല്ല ആപ്പിൾ അല്ല, ആപ്പിൾ കത്തിയിലിട്ടൊന്ന് നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് മാറിക്കാം. അത് മാത്രം ഞാൻ കണ്ടപ്പോ പഠിച്ചാൽ അല്ല പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്നത്. അതൊക്കെയാണ് ആയോധനകല പഠിക്കണം. ആയോധനകല മനസ്സിലായേ? വെറുതെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാണിച്ചത് പുള്ളിയുടെ ഒരു ആക്ട് ആയിരുന്നു, കാണിക്കാനായിരുന്നു. ഇനി അതൊരു ഐറ്റം ആയിട്ട് ടിനി വാ, പോര് വാ. നിങ്ങൾ ഇത് ചെയ്തപ്പോ മുഖത്തേക്ക് വീഴുമ്പോ ഇത് പൊള്ളണല്ലേ? പൊള്ളുണ്ട്. അപ്പൊ പിന്നെ കണ്ണ് മാത്രം സംരക്ഷിക്കും. പൊള്ളല് നമ്മൾ സഹിച്ചു നിൽക്കും. അതാണല്ലോ നമ്മളിപ്പോ ആയോധന കല പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു 10,000 പേര് വന്നു കഴിഞ്ഞാൽ ഒരാളത് പഠിക്കുള്ളൂ. അത്രയും ക്ഷമയും ശാന്തതയുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറഞ്ഞ പരിപാടി അത്. ടിനി ഈ കാര്യം ചോദിച്ചത് എന്തിനാന്നറിയാം? ആ കത്തിച്ച സാധനം കത്തി തീരണം, തിരിച്ച് കയ്യിലേക്ക് എന്നിട്ട് പുള്ളിക്ക് ഇങ്ങ് പോരാനാ. അല്ല, മ്യൂസിക് ഇട്ടാ ഞാൻ ഒരു സാധനം കളിക്കാം. ടിനി ചേട്ടാ പൊള്ളൂട്ടാ. ബൈ, പോവാണോ? എനിക്ക് പേടി, അതിന്റെ അടുത്ത് വരരുത്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. കുങ്ഫു എന്നല്ല പറഞ്ഞു 21, ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിക്കൂ. അതൊരു ടിനി ചേട്ടാ, എനിക്ക് ഇതിന്റെ പേരിലൊരു തീരുമാനം ഉണ്ടാക്കിത്താ. അതിനിപ്പോ വീട്ടിൽ പോയാലും കത്തി തീരുന്നതാണ് അതിന്റെ തീരുമാനം. അപ്പൊ ഞാനിത് പിടിച്ചിട്ട് ഇവിടെ നിൽക്കുക. അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ടേ മുക്ക്. വെള്ളം ഇല്ലല്ലോ. നസീർ അവിടെ ഇരിക്കുന്ന സംക്രാന്തി നസീർ. അല്ല, ഞാൻ ഓർക്കണം, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടാൻ എളുപ്പമാണ്. എത്ര വർഷം പ്രയത്നിച്ചിട്ടാണ് ഈ 10 മിനിറ്റ് ഇവിടെ നിങ്ങൾ പെർഫോം ചെയ്തത്. പക്ഷെ ഇതോടുകൂടി വേറെ ലെവലിലേക്ക് പോവാണ് നിങ്ങൾ. അല്ലേ? എന്തായാലും അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം വന്നു ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇത് ഐറ്റം വേറെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഐറ്റം വേറെയില് ഏറ്റവും കൂടെ ചിരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്. ഞങ്ങൾ കൂടുതലായിട്ട് അതാണല്ലോ കോൺസെൻട്രേറ്റ്. പക്ഷെ ഞങ്ങൾ അത്ഭുതത്തോടു കൂടി എല്ലാവരും ശ്വാസം പിടിച്ച് നോക്കിയെന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതുമയായിരിക്കും. അടിപൊളിയാണ്, ഗംഭീരം. താങ്ക് യു. ഓക്കെ, അപ്പൊ ജോൺ ചേട്ടാ, ഇത് ലിറ്ററലി നമുക്ക് ശരിക്കും പറയാം, ഇത് ഐറ്റം വേറെ. താങ്ക് യു സോ മച്ച്.
അപ്പൊ മറ്റേ ഗിന്നസ് റെക്കോർഡും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ പോടോ, രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോന്നു. കള്ളു കുടിക്കാൻ പോണോ? ഷാപ്പിൽ പോന്നെന്നാ പറഞ്ഞു. ഷോപ്പിൽ പോന്നില്ലേ പറഞ്ഞേ? ഷോപ്പിൽ പോണോ? എടി വരുമ്പോ ഒരു പുതപ്പ് മേടിച്ചോണ്ട് പോണി, ഇത് അങ്ങ് പഴയ പോയി. അയ്യോ, ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നേ, ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോകുന്നത്. എന്റെ പോക്കണ്ട് ജില്ലാ കളക്ടർ പോണ പോലെ അല്ല അങ്ങ് പോണത്. ഓ, അവിടെ തുണിക്കട നിൽക്കാൻ പോവില്ലേ? തുണിക്കട നിന്നിട്ട് അതുകൊണ്ടാണല്ലോ 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നത്. പിന്നെ ഈ വീടിന്റെ വാടക കൊടുക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? നീ കുറച്ച് സേവ് ചെയ്യാനുണ്ട്. നീ വീടിന്റെ വാടക ഇതും കൊടുത്താൽ പോരാ. നീ ബാക്കി കിട്ടുന്ന കാശിന് മുഴുവൻ ലോട്ടറി എടുപ്പല്ലേ ജോലി? അതൊക്കെ നിർത്തണം നീ. അത് ഞാൻ ലോട്ടറി എടുക്കും. ഭാഗ്യദേവത എന്തെങ്കിലും എന്നെ കടാശിക്കും, അതുവരെ ഞാൻ ലോട്ടറി എടുക്കും. കടാശിക്ക് ഇന്ന് രാവിലെ ഭാഗ്യമുള്ള പലിശക്ക് വന്നിട്ട് പോയി. കൊടുക്ക്. ഭാഗ്യമുള്ള പലിശക്ക് വന്നപ്പോ പുതപ്പ് മൂടി ഇവിടെ ഇരുന്നായിരുന്നോ? നാണോ ഉണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് ഈ പുതപ്പിനകത്ത് കയറിയിരിക്കാനേ? നാട്ടുകാർ മുഴുവൻ നിങ്ങളെ വിളിക്കുന്നത് എന്തെന്നറിയോ? കുളിര സുനീന്ന്. കുളിര സുനീന്ന് നല്ല പേരാണോ? നല്ല പേര്. എന്നെ വിളിക്കുന്നത് എന്തെന്നറിയോ? ഹോട്ടമ്മിണീന്ന്. നീ ഇച്ചിരി ഹോട്ടാണ്. നീ എന്നോട് ചിലപ്പോ ഇച്ചിരി ഹോട്ടാകാറുണ്ട്. അതൊക്കെ അത് കേട്ടിട്ടായിരിക്കും അവരെന്നെ അങ്ങനെ വിളിക്കുന്നത്. നീ അങ്ങനെ നിസാരമായിട്ട് കാണാൻ. ഞാൻ നല്ലൊരു പെയിന്ററാ കേട്ടോ. നല്ല പെയിന്റർ എന്താ ഇപ്പൊ പണിക്ക് പോവാത്തെ? അല്ല, അത് പിന്നെ സുരേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്തോന്നാ ചോദിച്ചത്? വൈറ്റ് വാഷ് അടിക്കാൻ പറഞ്ഞപ്പോ ഏത് കളറാ അടിക്കേണ്ടത്? ഞാൻ ചോദിക്കും. വൈറ്റ് വാഷ് അടിക്കാൻ വൈറ്റ് അടിച്ചാൽ മതി, അല്ലെ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, ചോദിക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പെയിന്റർക്ക് അങ്ങനെ പറ്റാൻ പാടില്ല. പറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലേ? എന്താ ഇന്ന് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി സാമ്പാറും. ഓ എന്റെ ദൈവമേ, എന്നും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് എന്റെ ദൈവമേ. മടുത്തെങ്കിൽ ഞാനത് ആടിനിട്ട് കൊടുക്കാം. കാടി കുറവായിന്. അതല്ല എന്നും ഈ ഇഡലിയും സാമ്പാറും കഴിച്ച് അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് ഞാൻ കഴിച്ചോളാം. എന്റെ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാന്നും പറ. എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. പിള്ളേരെ ഫീസ് കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം. ഞാൻ ഈ കൊണ്ടുവന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് എന്തോ നക്കാപ്പിച്ച പൈസ കൊണ്ട് എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? വല്ലപാടും ഞാൻ ഇറങ്ങിപ്പോയി. എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ പോവും ഞാൻ കേട്ടോ. മനസ്സിലായി. നീ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പല്ലേ? കണ്ണാണം കണിച്ചാനോ? ഒരെണ്ണം കണിച്ച പാട എനിക്കറിയാം. ഇനി എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു അനിയത്തി കെട്ടാതെ അവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൂടെ പോയി പുറത്തോളാം. ഞാനാണ് ഈ തെറ്റുകാരൻ. ഞാനങ്ങനെ ചെയ്യരുത്. ഞാനാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. അല്ല ചേട്ടാ, ഇപ്പൊ ഫീൽ ചെയ്യാൻ മാത്രം ഞാൻ അതല്ല ചേട്ടാ. ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട് ചെലവ് നോക്കുന്നു, വീട് വാടക കൊടുക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ. ഞാൻ പൊക്കോളാം. ചേട്ടാ എവിടെ പോകുന്നേ പറയുന്നേ? നിന്റെ ഒരു അനിയത്തി കെട്ടാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ അവിടെ പോയി പുറത്തോളാം. അനിയത്തിയുടെ വീടിന്റെ പരിസരത്തങ്ങനെ വന്നാൽ നിങ്ങളുടെ ചൂലും കെട്ടെടുത്ത് ഞാൻ അടിക്കും കേട്ടോ. അനിയത്തിയുടെ വീട്ടിൽ പൊറുക്കാൻ നടക്കുന്ന നിങ്ങള്. ഈ ഫ്രീ ആണ് ഇന്ന് പോകണ്ടേ? അവരുടെ പണിക്ക് നിൽക്കരുത് കേട്ടോ. എന്ത് പുതപ്പ് മുടി ഇരിക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ മനുഷ്യൻ, ഞാൻ ജോലിക്ക് പോകാൻ പോവാ കേട്ടോ. നീ ജോലിക്ക് ഒരു കാര്യം, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്തുവാ? ഒരു കോഴിത്തൂര് എടുത്ത് തരാൻ പറ്റുമോ? എന്തിനാ? നീ പോകുമ്പോ ഞാൻ ഫ്രീ ആണല്ലോ. ഇതിന് ചേട്ടാ നല്ല സുഖമായിരിക്കും. എന്നാ പിന്നെ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ട്, എടുത്തങ്ങ് കുത്തിത്തരട്ടെ ഞാനങ്ങ്. എന്താണ്? അല്ല, ഞാൻ അവിടെ കയറി ഇരിക്കണ്ട. ഫ്രിഡ്ജിനകത്ത് 10 മുട്ട ഇരിപ്പുണ്ട്, എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക്. അടയിരിക്കുവാണല്ലോ എന്തായാലും. അത് അവിടെ നിന്ന് വിരിയട്ടെ. എന്തോ ചെയ്യാൻ എന്റെ തലവിധി എന്ന് പറഞ്ഞ് തല അടിച്ചു പൊളിക്കാതെ പണിക്ക് പോകച്ചേ. എന്നാ നിന്നെ അടിച്ചു പൊളിക്കാൻ ഞാൻ പണിക്ക് എന്റെ ദൈവമേ, എന്തൊരു തലയിലെടുത്തടാ ഇത്. പഴയ പാട്ട കോപ്പി പ്ലാസ്റ്റിക് ആക്രി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ പോയാൽ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കണം. അയ്യോ, സാറുണ്ടാവുന്ന കാര്യമല്ല. ഈ വീട് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ ചില ആക്രി കാര്യങ്ങളൊക്കെ കാണുമെന്നും. ആക്രിയാ? ഈ കുപ്പി പാട്ട തഹകരം അങ്ങനത്തെ സാധനങ്ങളെ. കുപ്പി പറ്റാ അടിച്ച അത് തന്നെ. സാറിന് അത് വെറും കുപ്പിയായിരിക്കും. എനിക്ക് അത് അമൃത എന്താ കേട്ടില്ലേ? 1000 കുപ്പിക്ക് അരപ്പക്കെന്ന്. 1000 കോഴി കര കാടേന്നാണല്ലോ. അതങ്ങനെയാണല്ലോ. അത് നിങ്ങൾക്ക്. ഞാൻ ഈ ഓരോ കുപ്പിന്ന് ഓരോ തുള്ളി വീതം ഊറ്റി അരപ്പെക്കാവും. ആണല്ലേ? അതാണ് 1000 കുപ്പിക്ക് അരപ്പെക്ക്. ഇവരേക്ക് പൈസ കൊടുക്കണ്ടല്ലോ. കുപ്പിയില്ല കൊടുക്കാൻ. ഒരു കാര്യം സാറേ, ഈ പാട്ടയോ പേപ്പറോ ബുക്കോ എന്തെങ്കിലും. അല്ല, ബുക്കൊക്കെ അവള് വഴക്കിടും. ബുക്ക് മതി. ആരും കാണാൻ തന്നാ മതി. അത് ഈ വർഷം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നത്. പിള്ളേര് പഠിച്ചാൽ കളക്ടർ ആവാൻ പോവില്ല. അതില്ല, എന്നാലും അവളറിഞ്ഞ വിഷയമാകുന്നു. നല്ല പൈസ തരാൻ സാറേ. നല്ല കാശുണ്ട്. ഈ വർഷം പഠിക്കാനുള്ള ആ പുസ്തകം നമ്മളെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 250 തരാൻ കാണും. ഓൺലൈൻ വഴി ഒരു പുതപ്പ് വരുത്താനാ 300 രൂപ. 300 ആണോ? 300 രൂപ. ഈ വർഷത്തെ പിള്ളേർ പറയരുത്. പറയരുത്.
പിള്ളേർക്ക് പുസ്തകം വേണോ? പുസ്തകം പിന്നെയും കിട്ടും. ഇല്ലേ? നമുക്ക് പിന്നെ കാര്യം നമ്മുടെ കാര്യങ്ങൾ എവിടെയായാലും നടക്കണം. പേഴ്സണൽ കാര്യങ്ങൾ നടക്കട്ടെ. കൊണ്ടുപോ കേട്ടോ. വെച്ചോ സാർ. ആ പിന്നെ ഒരു കിണ്ടി ഇരിപ്പുണ്ടേ. കിണ്ടി ഉണ്ട്. അതായത് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കണം. അവര് അച്ഛനപ്പന്മാരുടെ കാലം മുതലേ. അങ്ങനെ എടുത്തോളാം. അപ്പൊ ആ കിണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം. അടുത്ത പ്രാവശ്യം തന്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നാ മതി. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വിളിക്കാം. ഫോൺ നമ്പറൊക്കെ ഞാൻ തരാം. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വണ്ടിയും കൊണ്ടുവരും. സാർ അപ്പൂപ്പന്റെ കിണ്ടി ചെയ്ത് തരണം. ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങ് പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യും. താൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കിണ്ടിയും കൊണ്ട് ഇങ്ങ് പോര്. ഞാൻ വണ്ടി അങ്ങോട്ട് തരാം. താൻ വണ്ടിയായിട്ട് പോക്കോ. അത് അങ്ങനെയല്ലല്ലോ. തെറ്റിപ്പോയി. ആദ്യം മൂലം പറഞ്ഞ് ഞാൻ വണ്ടി കൊണ്ടുവരും. ഞാൻ കിണ്ടി തരുന്നു. അപ്പൊ കിണ്ടിയും കൊണ്ട് ഞാൻ വണ്ടിയും കൊടുക്കും. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ആരും അറിയരുത്. ഞാൻ കിണ്ടി തരാം. പക്ഷെ ഞാൻ വിളിക്കാം. അന്നേരം വന്നാ മതി. ഓക്കെ കേട്ടാ. അപ്പൊ എന്റെ ബിസിനസ് ഇനി മുതൽ നമ്മൾ ബിസിനസ് പാർട്ട്ണർ. അങ്ങനെ പങ്ക് കച്ചവടക്കാരെന്ന്. പന്നി കച്ചവടക്കാർ. പങ്ക് കച്ചവടം. ഓക്കെ. അടുത്ത തവണ കിണ്ടി വിളിക്കാം. കിണ്ടി. ഓക്കെ, നിങ്ങൾ വണ്ടിയായിട്ട് വരുന്നു. ഞാൻ കിണ്ടി തരുന്നു. നിങ്ങൾ വണ്ടിയായിട്ട് പോകും. ഓക്കെ, അടിപൊളി. അങ്ങനെ ചില്ലറ ഒത്ത്. ചേട്ടാ 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 അടിച്ചു ചേട്ടാ അടിച്ചു. അല്ലല്ല, ഞാൻ പറയുന്നത് കേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ 1/2 കിലോയുടെ ഒരു തേയില വാങ്ങിച്ചായിരുന്നു. അതിനകത്തൊരു കൂപ്പൺ ഇല്ലായിരുന്നു. എന്റെ ഏട്ടനോട് പറഞ്ഞില്ല സൂക്ഷിച്ചു വെക്കണമെന്ന്. ചേട്ടാ, 1 മാസം നമുക്ക് അമേരിക്ക പോയി അടിച്ചു പൊളിക്കാനുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു ചേട്ടാ. അത് നമുക്കത് അടിച്ചു ചേട്ടാ. നമ്മൾ അമേരിക്ക പോയി അടിച്ചു പൊളിക്കണം. അടിപൊളി അടിപൊളി. നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ. 4 പേർക്ക് പോവാം. എല്ലാ ചെലവും അവര് തന്നെ. നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഡൽഹി പോകണമെന്ന് പറഞ്ഞു. എമിഗ്രേഷൻ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. വിസയൊക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്തായാലും ഉടനെ തന്നെ നമുക്ക് അമേരിക്ക സന്തോഷം കണ്ടില്ലേ? ഒരു സന്തോഷം. ആ കൂപ്പൺ ഇവിടെ വെച്ചെടുത്തോണ്ട് പോവാ. എവിടെ ഇരിക്കണേ? പിള്ളേരുടെ ബുക്കിന്റെ പിള്ളേരുടെ ബുക്കിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ കുഞ്ഞുങ്ങളും ഞാന് അമേരിക്ക 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 അമേരിക്ക. ചേട്ടാ ഇത് കേൾക്കണേ ചേട്ടാ. ഞാനാണെങ്കിലുണ്ടല്ലോ, ഞാനേ നമ്മുടെ ഷോപ്പിലുള്ള രമണി സുശീലേക്കില്ലേ അവളുമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് ജോലി വേണ്ട, ഞാൻ അമേരിക്ക പോ. അവിടെ ചെന്ന് ട്രംപിന്റെ അടുത്തൊരു ജോലിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ ന്യൂയോർക്ക് നമുക്ക് പൊളിച്ചേക്കണം. വേണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. അയ്യോ ചേട്ടാ, കൂപ്പണുണ്ട് കൂപ്പണുണ്ട്. ചെറുതായിട്ടൊന്നും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? പുസ്തകം ഒന്ന് മറിഞ്ഞായിരുന്നു. പുസ്തകം മറിഞ്ഞിട്ട് നൂത്ത് വെച്ചാ പോരെ? അല്ല, അതല്ല, ചെറുതായിട്ടൊന്ന് മറിച്ചായിരുന്നു. മറിച്ചായിരുന്നു? ആ. നിങ്ങൾക്ക് എന്താ? ഒരു ആക്രിക്കാരൻ വന്നപ്പം പഴയ പണ്ടുകാലത്തെ പുസ്തകമാണെന്ന് ഓർത്ത് ഞാൻ അതെല്ലാം കൂടി പെറുക്കി അങ്ങ് കൊടുത്തു. എന്താ? പഴയ കാലത്തെ പുസ്തകമാണെന്ന് ഓർത്ത്. എന്റെ പിള്ളേർക്ക് ഇപ്പൊ പഠിക്കാൻ ഞാൻ 2000 രൂപ കൊടുത്ത് സ്കൂളിൽ നിന്ന് മേടിച്ചു വെച്ച പുസ്തകം നിങ്ങൾ വിറ്റെന്നോ? പുതിയതാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല? തന്തയാണോ മനുഷ്യ? തന്തയാണോ? 2000 രൂപ കൊടുത്ത് ഞാൻ എങ്ങനെ പുസ്തകം മേടിക്കാന്ന് വെക്കാം. പക്ഷെ ഞാൻ അമേരിക്കയിൽ എങ്ങനെ പോകും? കൂപ്പൺ എവിടെ? കൂപ്പൺ എവിടെ? നീ അവിടെ ഇരിക്കും. ഞാൻ ഇരിക്കുന്നില്ല. എനിക്ക് അമേരിക്ക പോയേ പറ്റൂ. എനിക്ക് അമേരിക്ക 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 അമേരിക്ക. ചത്തില്ല ചത്തില്ല ഞാൻ. അമേരിക്ക. എനിക്ക് അമേരിക്ക പോകണം. സമാധാനം ഉണ്ടാക്കാൻ ഫോൺ നമ്പർ ഉണ്ട് പുള്ളിയുടെ. വിളിക്ക് പെട്ടെന്ന് കൊണ്ട് തരാൻ പറയാം. എന്റെ തല പൊട്ടി കീറുന്നു. ഹലോ, അമേരിക്ക പോണം. പാർട്ട്ണർ ഒന്ന് ഇവിടം വരെ വന്നെ അത്യാവശ്യമായിട്ട് വരുമോ? ചെറിയൊരു കേസ്. വരും വരാന്ന്. അപ്പൊ നമ്മുടെ അമേരിക്ക ഹലോ പാർട്ട്ണർ. ഹായ് പാർട്ട്ണർ. എന്താ വിളിച്ചത്? എന്റെ പാർട്ട്ണർ അങ്ങനെ എന്റെ കച്ചവടം വിപുലീകരിക്കാൻ വേണ്ടി പാർട്ട്ണർ പുതിയ ബുക്ക് പഴയ വിലക്ക് എനിക്ക് തന്നു. പുതിയ ബുക്ക് പഴയ വിലക്ക് എനിക്ക് തന്നു. അപ്പൊ പുതിയ ബുക്കാന്ന് അറിഞ്ഞോണ്ടാ കൊടുത്തതല്ലേ? അറിഞ്ഞോണ്ട് നീ അറിയാതല്ലേ കൊടുത്ത? ഞാൻ അറിയാതെ കൊടുത്തതാണ്. ഒരുപാട് സ്വഭാവം നിങ്ങൾ കാണിക്കരുത്. എന്റെ പൊന്നനിയ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്ക് ആ ബുക്ക് അത്യാവശ്യമായിട്ടൊന്നും വേണം. അത് തരത്തില്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ബുക്ക് നിങ്ങൾക്ക് അങ്ങനെ തരും. ഞാൻ എത്ര രൂപ കൊടുത്ത്? പാർട്ട്ണർ 3000 രൂപ കൊടുത്ത് മേടിച്ചു ഞാൻ. 300 രൂപ. അപ്പൊ ആ ബുക്ക് ഞാൻ പൈസ കൊടുത്ത് വായിച്ച കൊച്ചൻ നിനക്ക് 5000 രൂപ ഞാൻ തരാം. എനിക്ക് ആ ബുക്കിങ് താ. ഇളങ്ങ് മാറി പാർട്ട്ണർ. മറ്റേ കിണ്ടിയുടെ കാര്യം 1000 വർഷം പഴക്കമുള്ള കിണ്ടി എനിക്ക് അപ്പൂപ്പന്റെ കിണ്ടി തരാന്ന് പറഞ്ഞില്ലേ? എടോ, നിങ്ങൾ അപ്പൂപ്പന്റെ കിണ്ടിയും കൊടുക്കാന്ന് പറഞ്ഞോ? നീ വണ്ടിയായിട്ട് വരുമ്പോ തരാൻ വണ്ടിയായിട്ട് വന്നടാ. ആവശ്യമില്ലാത്ത കേസ് പറയല്ലേ ഇവിടെ. ഒരു 3-4 വർഷം കൊടുത്ത എന്നെ കൂടെ അയാൾ ആക്രിക്ക് കൊടുക്കുമല്ലോടോ. ഞാൻ നിന്റെ അനിയത്തിനോടൊപ്പം നിന്നോളാം. ഇവിടെ മര്യാദക്ക്
വിളിക്ക് എന്റെ എടി, നിന്റെ വിഷയം അതാണോ? എന്റെ പൊന്ന് സുഹൃത്തേക്ക് വന്നേ. അതെ, ആ പുസ്തകം ഒന്ന് തന്നെ. അതിന് എത്ര പൈസ വേണം തരാം. നമ്മൾ കൂട്ടുകാരൊക്കെയാണ്. അതിന്റെ അകത്ത് ഒരു കൂപ്പൺ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് അമേരിക്ക പോകാനുള്ള ഒരു ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അമേരിക്ക പോവാ ഞങ്ങൾ. എന്റെ പാർട്ട്ണറെ ഞാൻ പുറത്തു പോയപ്പോ അതെല്ലാം കൂടെ ഒരു വണ്ടി കയറ്റി തമിഴ്നാട്ടിലോട്ട് വിട്ടില്ലേ? അയ്യോ തമിഴ്നാട് വണ്ടി വിളിക്ക്, ടാക്സി വിളിക്ക്, തമിഴ്നാട്ടിൽ പോയി ബുക്ക് എടുക്കാം. നിങ്ങൾ തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബുക്കെല്ലാം കൂടെ ഏതെങ്കിലും പേപ്പർ മില്ലിൽ പോയി വേറെ പുതിയ പേപ്പറായി കാണും. അയ്യോ അപ്പൊ എന്റെ അമേരിക്ക യാത്ര. അമേരിക്ക യാത്ര? അയ്യോ, എനിക്ക് അമേരിക്ക പോകാൻ പറ്റത്തില്ല. അമേരിക്ക യാത്ര പൊളിയടാ. അമേരിക്ക യാത്ര. അമേരിക്ക പോണം. നിങ്ങൾക്ക് ഇപ്പൊ അമേരിക്ക യാത്രയല്ലേ വേണ്ടത്? അമേരിക്ക യാത്ര, അമേരിക്ക യാത്ര. അവന്റെ ചാക്കിലാണോ അമേരിക്ക യാത്ര? ഇതെന്താ ഇത്? അമേരിക്കൻ യാത്ര ആരെഴുതിയതാണെന്ന് എനിക്കറിഞ്ഞൂടാ. തൽക്കാലം ഭാര്യയും ഭർത്താവ് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന് ദാ ഇവിടെ വിരാമമാവുകയാണ്. ജഡ്ജസ് ഒരുപാട് നല്ല കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡിൽ നല്ല അടിപൊളി ഗോൾഡ് പഞ്ച്, സിൽവർ പഞ്ച് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ടാറ്റ പറഞ്ഞു പോകട്ടെ. പോണ്ടേ, എന്നിട്ട് നാളെ പറയണ്ടേ? അപ്പം എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. സോ ഞാൻ തൽക്കാലം ടാറ്റ പറയാണ്. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഔട്ട് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.